മാപ്പ് പറയണമെന്നാണ് ഇടതു നേതാക്കൾ. RSSുമായിട്ട് ചങ്ങാത്തം തുടരുന്നയാൾ RSSുമായിട്ട് എന്റെ വീട്ടിലേക്ക് BJP എല്ലാ മാസവും മാർച്ച് വയ്ക്കും. എന്റെ പറവൂരിലെ വീട്ടിലേക്ക് എനിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായി അവരാണ് എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത്. ആരായിട്ട് RSS ഞങ്ങളെ തോൽപ്പിക്കാനാണ് BJP നടക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നടക്കുന്നത്. ഈ പാലക്കാട് ഡീലുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. പാലക്കാട് ഡീലുണ്ട്. നിരവധി നിയോജകമണ്ഡലങ്ങളിൽ BJP CPM ഡീലുണ്ട്. പക്ഷെ ഇന്ന് AK ബാലൻ അടക്കമുള്ളവർ പറയുന്നത് മലമ്പുഴയും കോങ്ങാടും തമ്മിലാണ് ഡീല്. മലമ്പുഴയും കോങ്ങാടും അതെന്തിനാ? കോങ്ങാട് ജയിക്കും, ഞങ്ങൾ മലമ്പുഴയും ജയിക്കും. അത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പൊ കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ല? വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് ഇവർ ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞുതരാം. കേൾക്ക്, മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന പടത്തിന്റെ പുറകിലെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കേൾക്ക്, സംവാദം. ഒരു സംവാദം സംഘടിപ്പിച്ചു. എന്താണ്? മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും. അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പണ്ട് ഞാൻ CPMന്റെ വേദിയിലും CPIയുടെ വേദിയിലും ഇവരുടെ എല്ലാവരുടെ വേദിയിലും എല്ലാവരും പോകുമായിരുന്നു. പണ്ട് സംവാദത്തിനും സെമിനാറിനും എല്ലാവരും പോകും. അതിന്റെ പുറകെ അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ RSSനെ പോയിട്ടാണെങ്കിൽ ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ KV തോമസ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കണ്ണൂർ സമ്മേളനത്തിലേക്ക് KV തോമസ് ഭാഷ ഇവര് വിളിച്ചില്ലേ? കോൺഗ്രസ് ആയിരിക്കുമ്പോൾ അവിടെ സമ്മേളനത്തിൽ പണ്ടേ പോവും. പറവൂര് EMS സാംസ്കാരിക കേന്ദ്രത്തിന്റെ പരിപാടിയിൽ CPM പണ്ട് വിളിക്കായിരുന്നു. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. പണ്ട് എല്ലാവരുടെയും വേദിയിൽ സെമിനാറും സംവാദങ്ങൾ നടക്കുമ്പോൾ പോവും. എന്താണ് മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയം എന്നുള്ളൊരു വിഷയത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? സംവാദമല്ലേ? അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളല്ല. അവരൊപ്പം നിന്ന് മത്സരിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ 1-ാം നമ്പർ കാറ് മാറി വന്ന് ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ RSSുമായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ തല കുനിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തല കുനിച്ചിരുന്നു. മറുപടി പറയാനില്ലാതെ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ തൃശ്ശൂരിൽ ഈ പരമേശ്വരന്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് PS അച്യുതാനന്ദനാണ്. എന്നെ MP വീരേന്ദ്രകുമാരെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. ആ പരിപാടിക്ക് പോയത്. PS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം, തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത പുസ്തകം VD സതീശന് തൃശ്ശൂർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. എനിക്കത് പറഞ്ഞതെന്തായി? ഇത് പറഞ്ഞപ്പോ ഒരു 12 കാര്യം പഴയത് എനിക്ക് പറയാൻ പറ്റും. ഓർമ്മിപ്പിക്കാം.